ഹലോ നമസ്കാരം, എല്ലാവർക്കും ദേവ്സ് കുക്കിംഗ് വേൾഡ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. മിക്കവർക്കും സമോസ ഷീറ്റ് ഉണ്ടാക്കാൻ പ്രയാസമെന്ന് പറയാറുണ്ട്. എന്നാൽ സമോസ കഴിക്കുന്നത് ഏറെ ഇഷ്ടവും. അപ്പോൾ നമുക്കിന്ന് ഒരു സമോസ എളുപ്പത്തിൽ ഈസി വേ ആണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. അത് ഉണ്ടാക്കാൻ ഒരു ഡിഫിക്കൽറ്റിയും ഇല്ല, നിങ്ങൾക്ക് കാണാൻ നല്ലൊരു ലുക്കും ഉണ്ട്. അപ്പോൾ ഇതുപോലെ വ്യത്യസ്തമായ ഒരു സമോസ എങ്ങനെ ഉണ്ടാക്കി തരാമെന്ന് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറന്നു പോകരുത്. ശരി, നമുക്ക് വീഡിയോ കണ്ടാലോ. അപ്പോൾ ചിക്കൻ റോൾ സമോസയാണ് ഞാൻ ഇന്ന് നിങ്ങൾക്കിവിടെ കാണിച്ചു തരുന്നത്. ഇതുണ്ടാക്കാൻ വേണ്ടി 2 കപ്പ് മൈദ മാവ് ഞാൻ എടുത്തിട്ടുണ്ട്. അതിന് ആവശ്യത്തിന് ഉപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ 1 ടീസ്പൂണോളം കറുത്ത എള്ളും കൂടെ ഞാൻ എടുക്കുന്നുണ്ട്. വേണമെങ്കിൽ ചേർത്താൽ മതി കേട്ടോ, അത് വലിയ മസ്റ്റൊന്നുമല്ല. അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തിട്ട് നമുക്കിനി നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് അല്ലെങ്കിൽ നമുക്ക് സൺഫ്ലവർ ഓയിലായാലും മതി കേട്ടോ. മെൽറ്റഡ് ആയിട്ടുള്ള നെയ്യ് വേണം ചേർക്കാൻ. ഒരു 3 ടീസ്പൂണോളം ഞാൻ ചേർക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നെയ്യില്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ യൂസ് ചെയ്യാം. ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കുഴയ്ക്കാം. ഒരുപാട് വെള്ളം ആദ്യമേ ഒഴിച്ച് കൊടുക്കണ്ട. പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ട, ഒരുപാട് സോഫ്റ്റായിട്ട് കുഴയ്ക്കേണ്ട കേട്ടോ. ഈ സമോസ കുറച്ച് ഹാർഡായിട്ട് വേണം നമ്മൾ കുഴച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഒത്തിരി സോഫ്റ്റ് ആക്കണ്ട. നമുക്കൊന്ന് കുഴച്ചിട്ട് ഒരു അരമണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ടതുണ്ട്. റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നതിന് മുന്നേ കുറച്ചുകൂടെ ഓയിലോ നെയ്യോ ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് അതിനെ മൂടി വയ്ക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. സാധാരണ പൂരിക്കൊക്കെ കുഴയ്ക്കുന്ന പോലെ തന്നെ, പിന്നെ ഒരുപാട് സോഫ്റ്റ് ആകാതെ ശ്രദ്ധിക്കുക. അപ്പോൾ ശരി, നമുക്കിത് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഇതിൻ്റെ ഫില്ലിങ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഫില്ലിങ് പ്രിപ്പയർ ചെയ്യാനായിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. 2 ടീസ്പൂണോളം മതിയാകും. ഇനി ഒരു വലിയ സവാള, വലുതല്ല ഇടത്തരം സവാള ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്തത്, ഒരു വലിയ പച്ചമുളക്, എരിവിന് ആവശ്യമായിട്ട് നിങ്ങൾക്ക് കൂടുതലും കുറവുമാക്കാം കേട്ടോ. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് ഒന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഒരു ചെറിയ ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്ക് നമുക്ക് മറ്റു കാര്യങ്ങൾ ആഡ് ചെയ്യാം. ഇനി 1 ടീസ്പൂണോളം ജിഞ്ചർ ഗാർലിക് പേസ്റ്റും അതുപോലെ തന്നെ 1 ടീസ്പൂൺ പെരിഞ്ചീരവും കൂടെ ചതച്ചാണ് ഞാൻ എടുത്തത് കേട്ടോ. ഇനി 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾ ഇതിന് ഗരം മസാല ഉപയോഗിക്കേണ്ട കേട്ടോ. നമുക്ക് പെരിഞ്ചീരകം ചതച്ച് ചേർത്താൽ മതിയാകും. ഇനി 1 ടീസ്പൂൺ പെപ്പർ പൗഡർ കൂടെ ഞാൻ ചേർക്കുന്നുണ്ട്. ഇതൊക്കെയാണ് ഇതിൻ്റെ മസാല. ഇനി ഞാൻ വേവിച്ച് ഉപ്പും കുരുമുളകും ഇട്ട് വേവിച്ചിട്ട് ഞാനത് മിക്സിയിലൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുത്തതാണ്. അപ്പോൾ അതിലും കുരുമുളകുണ്ട് കേട്ടോ, അത് ശ്രദ്ധിക്കുക. അത് ഞാൻ മിൻസ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനെയും കൂടെ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അത് ഏകദേശം 200 ഗ്രാമോളം ഉണ്ടായിരുന്നു. ഇനി ആ ചിക്കൻ വേവിച്ച സ്റ്റോക്ക് കൂടെ ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്. ചിക്കൻ വേവിച്ച വെള്ളം, അത് നല്ല ഒരു പ്രത്യേക സ്വാദാണ് കേട്ടോ, അത് കളയണ്ട നിങ്ങൾ. അതും കൂടെ ഒഴിച്ചു കൊടുക്കുക, അതങ്ങ് വറ്റിക്കോളും. ഇനി നമുക്ക് ആവശ്യത്തിന് മല്ലിയില കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതുകൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു കാര്യം കൂടെ നമ്മൾ ചേർക്കണം. നമ്മൾ ഒരു ചെറിയ പൊട്ടറ്റോ കൂടെ വേവിച്ച് ഞാൻ നന്നായിട്ട് ഉടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ശരിക്കും പറഞ്ഞ കട്ട്ലറ്റിൻ്റെ ആ ഒരു മസാലയാണ് കേട്ടോ ഇത്. കട്ട്ലറ്റ് എങ്ങനെ ഉണ്ടാക്കുന്നു സെയിം തന്നെയാണ്. അപ്പോൾ ഇനി ഇത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. എന്നിട്ട് തണുത്തതിന് ശേഷം നമുക്ക് ചെറിയ ചെറിയ ഉരുളകളാക്കേണ്ടതുണ്ട്. അപ്പോൾ ഇതുപോലത്തെ ഉരുളകളാണ് ഞാൻ ആക്കിയത് കേട്ടോ. ഒരു ചെറിയ ഓവൽ ഷേപ്പ് പോലെ ചെറിയ ചെറിയ ഉരുളകൾ ആക്കിയെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഡോ ഒന്ന് നോക്കാം. നന്നായിട്ട് വന്നിട്ടുണ്ട്. അരമണിക്കൂറായി ഏകദേശം. നമുക്കിനി ചെറിയ പൂരിക്ക് പരത്തുന്ന പോലെ, വലിയ ഷേപ്പൊന്നും വേണ്ട, നമുക്ക് പരത്തുന്ന ഞാനൊന്ന് കാണിച്ചു തരാം. ഇതിന് ഒരു പ്രത്യേക ഒരു ഷേപ്പുണ്ട് കേട്ടോ, അതാണ് ഇതിന് ഭംഗി കൊടുക്കുന്നത്. നിങ്ങൾക്ക് അല്ലാതെ വേണമെങ്കിലും ചെയ്യാം, പക്ഷേ ഈ ഒരു രീതിയിലായി കഴിഞ്ഞാൽ കുട്ടികൾക്ക് വളരെ രസകരമായിട്ട് തോന്നും, കഴിക്കാനും ഒരു വ്യത്യസ്തമായ ഒരു ലുക്കാണ്. നോക്കിക്കോളൂ. അപ്പോൾ ഇതിനെ നമുക്കൊരു കത്തി വെച്ചിട്ട് മേൽഭാഗം ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കാം. ഒരു ജനാലയുടെ ഷേപ്പ് പോലെ നമ്മൾ വിൻഡോ ഷേപ്പിനൊന്ന് നമ്മൾ ചെറുതായിട്ട് കത്തി വെച്ച് ഒന്ന് പൊന്തി കൊടുക്കുക. ഹാഫ് വരെ മതി, ഹാഫ് പോർഷൻ മതി. ബാക്ക് പോർഷനിൽ നമുക്ക് മിൻസ് ചെയ്ത ചിക്കൻ വെച്ച് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് വെള്ളം ഒന്ന് സൈഡിലൊക്കെ ഒന്ന് യോജിപ്പിച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് 2 വശവും തമ്മിൽ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് റോൾ ചെയ്ത് എടുത്താൽ മതിയാകും. നമുക്കിങ്ങനെ റോൾ ചെയ്യുമ്പോഴത്തേക്ക് എവിടെയെങ്കിലും ചെറിയ വിടവൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പതിയെ ഒട്ടിച്ചു കൊടുത്താൽ മതി. കാരണം ഇത് മൈദാമാവായതുകൊണ്ട് പെട്ടെന്ന് തന്നെ അതങ്ങ് ഒട്ടിക്കോളും. അതിൻ്റെ ഇടയിൽ കൂടെ ഒന്നും വരില്ല, നല്ല സേഫായിട്ട് ഇരുന്നോളും. അപ്പോൾ ഈ ഷേപ്പിലിരുന്ന് കഴിഞ്ഞാൽ ഒരു ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. അപ്പോൾ ഇത് വലിയ പ്രയാസമൊന്നുമുള്ള ജോലിയല്ല കേട്ടോ. നമുക്ക് ഏതെങ്കിലും ഗസ്റ്റൊക്കെ വരുമ്പോൾ ഇങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ വളരെ നന്നായിരിക്കും. അപ്പോൾ ഇത് ശരിക്കും ഒരു നോർത്ത് ഇന്ത്യൻ ഡിഷാണ് കേട്ടോ. അപ്പോൾ അതിന് ഞാൻ ചിക്കൻ സമോസ ആക്കിയെന്നേ ഉള്ളൂ.
ഇതിൽ നമുക്ക് വെജിൻ്റെത് വേണമെങ്കിൽ വെജ് വെക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വീറ്റ് എന്തെങ്കിലും തേങ്ങയോ അല്ലെങ്കിൽ പഞ്ചസാരയോ ഒക്കെ ചേർത്തിട്ട് അങ്ങനെയും ഫില്ല് ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് എന്താണ് ഫില്ല് ചെയ്യാൻ ഇഷ്ടം അത് ചെയ്യാം. പനീർ വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ ഇവിടെ ചിക്കൻ സമോസ ഇഷ്ടമായതുകൊണ്ട് ഞാനിങ്ങനെ ചെയ്തു. സാധാരണ സമോസ എല്ലാവർക്കും ഉണ്ടാക്കാൻ വലിയ പ്രയാസമാണല്ലോ. അപ്പോൾ ഇതുപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് കൊടുത്തു നോക്കൂ, കുട്ടിയൊക്കെ വളരെ ഇഷ്ടമാവും. ഇനി നന്നായിട്ട് ചൂടായ ഓയിലിലോട്ട് നമുക്കിതിനെ ഇട്ട് വറുത്ത് കോരാം. നല്ല ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്കും മൊരിച്ചെടുക്കാം. നല്ല ക്രിസ്പിയാണ് കേട്ടോ, ഇത് നല്ല ക്രിസ്പിയായ സമോസയാണ്. അപ്പോൾ ഇത് ഒരുപാട് കരിയാതെ ശ്രദ്ധിക്കുക. ഫ്ലെയിമൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോളണം. നന്നായിട്ട് വറുത്ത് കോരിയാൽ മതിയാകും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇത് ഒരു സ്ട്രെസ്സും ഇല്ല, നല്ല സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്ന സമോസയാണ്. ഇനി സമോസ കോണായിട്ട് മടക്കാനുള്ള പ്രയാസമൊന്നും ഇതിനില്ല. ഇത് കണ്ടല്ലോ നിങ്ങൾ, എല്ലാവർക്കും ട്രൈ ചെയ്യാം. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വിരുന്നുകാർ വരുമ്പോഴോ അല്ലെങ്കിൽ കുട്ടിയൊക്കെ സ്നാക്സായിട്ട് സ്കൂളിൽ കൊടുത്തേക്കാനോ ഒക്കെ കൊള്ളാമെന്നുള്ളൊരു ഐറ്റം തന്നെയാണിത്. അപ്പോൾ ഇത് കഴിക്കുമ്പോൾ തന്നെ, കാണുമ്പോൾ തന്നെ കുട്ടികൾക്ക് വളരെ സന്തോഷമാവും. അതുപോലെ തന്നെ അവർ നിമിഷ നേരം കൊണ്ട് പ്ലേറ്റ് കാലിയാകുകയും ചെയ്യും. അപ്പോൾ എന്തായാലും സോസ് കൂട്ടി കഴിക്കാം കേട്ടോ. സോസാണ് ഇതിന് നല്ലൊരു ബെസ്റ്റ് കോമ്പിനേഷൻ. ചൂട് ചായയോടൊപ്പം ഇന്ന് വൈകിട്ട് തന്നെ ഇത് തയ്യാറാക്കി നോക്കൂ. തയ്യാറാക്കി നോക്കിയിട്ട് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻസൊക്കെ ഇടുക. നല്ല നല്ല കമൻസ് എനിക്ക് കിട്ടുന്നുണ്ട്, വളരെ സന്തോഷമുണ്ട്. അപ്പോൾ ഇനിയും നല്ല ഒത്തിരി ഐറ്റംസ് വരുന്നുണ്ട്. എല്ലാം നിങ്ങൾ ട്രൈ ചെയ്യുക. ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങൾ കൂടെ പറയാൻ മറന്നു പോകരുത്. അപ്പോൾ ഫ്രണ്ട്സ്, ഇത് കാണാനുള്ളൊരു ഭംഗി എങ്ങനെയുണ്ടോ അതുപോലെ ടേസ്റ്റ് ഗംഭീരമാണ്. അപ്പോൾ ഇതുപോലെ നല്ല ഉഷാറുള്ള വീഡിയോസുമായി വീണ്ടും നമുക്ക് കാണാം. ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ചാനൽ കാണാൻ ശ്രദ്ധിക്കുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യുക. ഇതുപോലെ വെറൈറ്റി ആയിട്ടുള്ള വീഡിയോസുമായി വീണ്ടും കാണും വരേക്കും സ്റ്റേ സേഫ് ആൻഡ് ഗുഡ് ബൈ.